ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ, മഞ്ഞിന്റെ മധ്യേ തലയുയർത്തി നിൽക്കുന്ന ഇതിഹാസം. വെൽക്കം ടു സ്കോട്ട്ലൻഡ് സൈലന്റ് ജയന്റ്. കാറ്റും മഞ്ഞ് നിറഞ്ഞ സ്കോട്ട്ലൻഡിന്റെ മലനിരകൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന ഇദ്ദേഹത്തിന് 1000 കഥകൾ പറയാനുണ്ടാവും. പക്ഷെ മൂടൽ മഞ്ഞിലല്ലാതെ മറ്റൊരിടത്തും എത്തില്ല എന്ന് മാത്രം. 3-ാം തവണയും കാലാവസ്ഥ ചതിച്ചിട്ടും ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ അടുത്ത് കണ്ടിട്ടേ അടങ്ങുമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. കെട്ടുകഥകൾക്കും മുത്തശ്ശിക്കഥകൾക്കും പഞ്ഞമില്ലാത്ത സ്കോട്ട്ലൻഡിൽ ജയൻസ് ഉണ്ടായിരുന്നുവെന്നും അവ പകൽ വെളിച്ചത്തിൽ വന്നാൽ കല്ലായി പോവുമെന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ടു വന്നൊരു ജയന്റ് ആയിരുന്നു ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ എന്നാണ് പറയപ്പെടുന്നത്. ദൂരത്തു നിന്ന് നോക്കുമ്പോൾ ഒരു ഓൾഡ് മാനിനെ പോലെ തോന്നിക്കുന്നതുകൊണ്ട് ആ പേര് വന്നതിൽ അത്ഭുതമില്ല. ശരിക്കും ഇതൊരു ആക്റ്റീവ് വോൾക്കാനോ ആയിരുന്നു. മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ലാവ തണുത്തുറഞ്ഞ് റോക്ക് ഫോർമേഷൻ ആവുകയും ചുറ്റും ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായി അതിങ്ങനെ വിചിത്രമായൊരു ലാൻഡ്സ്കേപ്പ് ആവുകയും ചെയ്തു. ഒരു ഹൈക്കറിന്റെ ഡ്രീമായ ഈ സ്ഥലം പകലോ വേനലോ മഞ്ഞോ ആകട്ടെ അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്.